പരിശുദ്ധാത്മാവിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായ ഒരു കാര്യമുണ്ടോ? വസ്തുനിഷ്ഠമായിട്ട് വചനത്തിൽ നിന്ന് നമുക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് മാതൃകയായിരിക്കുന്നത്, നമുക്ക് മോഡലായിരിക്കുന്നത് എല്ലാത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നാം ആരാധിക്കുന്നതും നാം അനുഗമിക്കേണ്ടതും നാം ആശ്രയിക്കേണ്ടതും നാം വിശ്വസിക്കേണ്ടതും എല്ലാം യേശു ക്രിസ്തുവിനെ തന്നെയാണ്. എബ്രായർ 12:1 ബൈബിൾ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ട സ്ഥിരതയോടെ ഓടുക. എബ്രായർ 3:1 വരുമ്പോൾ, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോകരക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന്. എബ്രായർ 12:1 പറയുന്നത് യേശുവിനെ നോക്കാൻ. എബ്രായർ 3:1 എഴുതിയിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാണ്. നമ്മൾ യേശുവിനെ നോക്കിയാൽ, അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമുക്കൊരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് കൊടുത്തവനാണ്. കാരണം യേശു കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ്. പക്ഷേ മറുഭാഗത്ത് നമ്മുടെ കർത്താവ് നമുക്ക് സകലത്തിലും മാതൃകയാണ്, മോഡലായി, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ അവൻ്റെ മേൽ വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പ്രവൃത്തിയും തുടങ്ങുന്നത്. അതിനുമുമ്പ് തുടങ്ങുന്നില്ല. തൊട്ട് താഴെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. അപ്പം വിത്തൗട്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നില്ല. അപ്പോൾ അത് തന്നെ നമുക്കൊരു വലിയൊരു മാതൃകയാണ് യേശു കാണിച്ചത്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ നിറയേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയേണ്ടത് ആവശ്യമാണ്. കാരണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട്. അവൻ പോലും അറിയാതെ അവനിൽ വസിക്കുന്നൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയ്ക്ക് യേശുവിൻ്റെ ആകൃതിയാണ്. ആ ശൂന്യത നിറയപ്പെടണമെങ്കിൽ യേശു അവിടെ നിറയണം. പരിശുദ്ധാത്മാവനിൽ നിറയണം. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയാതെ, പരിശുദ്ധാത്മാവ് എന്നിൽ വരാതെ ഞാൻ ഒരിക്കലും പൂർണ്ണനാകുന്നില്ല, ക്രിസ്തുവിൽ പൂർണ്ണനാകുന്നില്ല.